Hi students, welcome to a new class. Today we are going to discuss about the free trade and protectionism. Free trade and protectionism is a part of international business and it is a part of trade barriers. Okay, then we discuss firstly about the free trade. Free trade is said to take place between countries when there are no barriers to trade put in place by governments or international organizations. അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോ ഗവൺമെൻറ്റോ രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാരത്തിന് മുകളിൽ യാതൊരു വിധത്തിലുള്ള പ്രതിബിംബങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധികളും തടസ്സങ്ങളും വരുത്തുന്നില്ല എങ്കിൽ അതാണ് ഫ്രീ ട്രേഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Mainstream economics supports free trade. The principle of comparative advantage shows that the gain from free trade create more jobs than it destroys because it allows country to specialize in the production of goods and services in which they have comparative advantage. ഫ്രീ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയറിയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്നറിയപ്പെടുന്നത്. Comparative advantage theory was introduced by David Ricardo. In that theory, creates more jobs than is destroyed because it allows the country to specialize in production of goods and services in which they have comparative advantage. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിലൂടെ ഈ ഫ്രീ ട്രേഡ് ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫ്രീ ട്രേഡ് മീൻസ് അൺറെസ്ട്രിക്റ്റഡ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ കൺട്രീസ് വിത്തൗട്ട് ഇമ്പോസിഷൻ ഓഫ് കോൺസ്ട്രെയിൻസ് സച്ച് ആസ് താരിഫ്സ്, കോട്ടാസ് ആൻഡ് അതർ റെസ്ട്രിക്ഷൻ. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വാങ്ങൽ വിൽക്കൽ പ്രക്രിയ നടക്കുന്നുണ്ട് എങ്കിൽ വിത്തൗട്ട് ഇമ്പോസിങ് താരിഫ്, കോട്ട ആൻഡ് അതർ റെസ്ട്രിക്ഷൻ, മറ്റ് റെസ്ട്രിക്ഷൻസ്, താരിഫ്, കോട്ടാസ് ഇതൊന്നും തന്നെ ചുമത്താത്ത രീതിയിൽ വ്യാപാരം നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്രീ ട്രേഡ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. According to Adam Smith, the term free trade is used to denote that system of commercial policy which draws no distinction between domestic and foreign commodity. ഇത്തരത്തിലുള്ള ഒരു ഫ്രീ ട്രേഡ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു, ഫ്രീ ട്രേഡ് സിസ്റ്റത്തിൽ ഡൊമസ്റ്റിക് പ്രോഡക്ട്സും അതുപോലെ ഫോറിൻ കമ്മോഡിറ്റീസിൻ്റെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ദിസ് ഈസ് ഫ്രീ ട്രേഡ്. Free trade is based on agreement between nations to drop import barriers. ഇറക്കുമതി ബാരിയേഴ്സ് അല്ലേ, ഇറക്കുമതി ചുങ്കം, ഇറക്കുമതി ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എഗ്രിമെൻറ്റിലെത്തുകയാണെങ്കിൽ അതാണ് ഫ്രീ ട്രേഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഓപ്പൺ മാർക്കറ്റ് ഫോർ ഡെവലപ്പിംഗ് നാഷൻസ് ആൻഡ് ഇംപ്രൂവ് ദെയർ എക്കണോമിക്കൽ കണ്ടീഷൻസ്. And the features of free trade are trade of goods without taxes. ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഉൽപ്പന്നങ്ങൾ ടാക്സ് കൂടാതെ എന്ത് ചെയ്യാം, വിൽപ്പന നടത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ട്രേഡ് ഇൻ സർവീസസ് വിത്തൗട്ട് ടാക്സസ് ഓർ അതർ ട്രേഡ് ബാരിയേഴ്സ്, സേവനങ്ങളും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യുക, പണം ചെലവില്ലാതെ ട്രേഡ് ചെയ്യാൻ സഹായിക്കുന്നു. ദി ആബ്സെൻസ് ഓഫ് ട്രേഡ് ഡിസ്ട്രോട്ടിംഗ് പോളിസീസ്, ട്രേഡിന് തടസ്സമായിട്ട് നിൽക്കുന്ന പോളിസീസ്, നയങ്ങളുടെ എല്ലാം ആബ്സെൻസ് ആണ് മറ്റൊരു പ്രത്യേകത. അൺറെഗുലേറ്റഡ് ആക്സസ് ടു മാർക്കറ്റ്, യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവുമില്ലാതെ മാർക്കറ്റിലേക്ക് ആക്സസ് ചെയ്യാൻ, പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. ഇനബിലിറ്റി ഓഫ് ഫേംസ് ടു ഡിസ്റ്റോർട്ട് മാർക്കറ്റ്, ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് എൻകറേജ് ഫ്രീ ട്രേഡ്, ഫ്രീ ട്രേഡിനെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി, പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റ്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. In free trade, goods are able to move freely between countries. രാജ്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക, വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. There are some questions related to the free trade. If international trade is so good, international trade വളരെ ഗുഡ് ആണെങ്കിൽ, for all the countries concerned, എല്ലാ രാജ്യങ്ങൾക്കും, why is it that countries do not trade freely?
പിന്നെ എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഫ്രീ ട്രേഡ് നടത്താത്തത്, ഫ്രീ ആയിട്ട് ട്രേഡ് നടത്താത്തത്? അതായത് ഈ ടാക്സും ബെനഫിറ്റ്സും അല്ലെങ്കിൽ ടാക്സ് ഡ്യൂട്ടീസ് തുടങ്ങിയിട്ടുള്ളവയൊന്നും ഇമ്പോസ് ചെയ്യുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ട് ഇമ്പോസ് ചെയ്യാതിരുന്നുകൂടാ എന്നാണ് ചോദിക്കുന്നത്. ഫ്രീ ട്രേഡ് നടത്താത്തത്, ഇൻ്റർനാഷണൽ ബിസിനസ് ട്രേഡ് വളരെ നല്ല രീതിയിലാണ് എല്ലാ രാജ്യത്തും പോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഫ്രീ ട്രേഡ് നടത്താത്തതെന്ന് ചോദിക്കുമ്പോൾ ദർ ഈസ് ആൻ ആൻസർ ഈസ് ദാറ്റ് ദർ ആർ സം പർപ്പസസ് ഫോർ ഇമ്പോസിങ് ടാക്സസ് ഡ്യൂട്ടീസ് ഓൺ ഇമ്പോർട്ടിംഗ് പ്രോഡക്ട്സ്. ചില പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ടാക്സുകളും അതുപോലെയുള്ള ഡ്യൂട്ടീസൊക്കെ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടിംഗ് പ്രോഡക്ട്സിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്നത്. ഫോർ ദി മെയിൻ പർപ്പസ് ഈസ് ഫോർ പ്രൊമോട്ടിംഗ് ദി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്നുള്ളതാണ്. വൈ ഡു ദേ ഓഫൺ പ്രൊട്ടക്ട് ദെയർ എക്കണോമീസ് ഫ്രം ഇമ്പോർട്ട്സ്? ഇമ്പോർട്ടിൽ നിന്നും എന്താണ് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇമ്പോർട്ടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, സിമ്പിളാണ്, ടു പ്രൊട്ടക്റ്റിംഗ് ദി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദ നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡിസ്കസ്ഡ് free trade. It's a concept related to international business, and now we are discussing protectionism. It is just opposite to free trade, so we are discussing protectionism. Protectionism is any measures designed to give local producers of goods and service an advantage over foreign competitor. ഒരു വിദേശ കോമ്പറ്റീറ്ററുടെ മുകളിൽ എന്ത് ചെയ്യുന്നു, ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഒരു ലോക്കൽ പ്രൊഡ്യൂസർക്ക് അയാളുടെ ഒരു ഫോറിൻ കോമ്പറ്റീറ്ററുടെ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ ഒരു അഡ്വാൻറ്റേജ് നേടുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് പ്രൊട്ടക്ഷനിസം. പ്രൊട്ടക്ഷനിസം ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് സെക്യൂറിങ് ദി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. പ്രൊട്ടക്ഷനിസം വാസ് അസോസിയേറ്റഡ് വിത്ത് എക്കണോമിക് തിയറീസ് സച്ച് ആസ് മെർക്കൻറ്റലിസം. We have already studied the international theory on mercantilism. In mercantilism, believed that protectionism is required. And encouraging the export and discouraging the import. So, മെർക്കൻറ്റലിസവുമായി ബന്ധപ്പെട്ടതാണ് പ്രൊട്ടക്ഷനിസം. മെർക്കൻറ്റലിസം എന്ന് പറയുന്ന എക്കണോമിക് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന പ്രൊട്ടക്ഷനിസം എന്നുള്ളത്. മെർക്കൻറ്റലിസത്തിൽ നമ്മൾ പറഞ്ഞു എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുകയും ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ. സോ ഇതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു, പ്രൊട്ടക്ഷനിസ്റ്റിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നതിലൂടെ പ്രൊട്ടക്ട് ദെയർ കൺട്രീസ് എക്കണോമി ആൻഡ് ഇറ്റ്സ് പീപ്പിൾസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഒരു രാജ്യത്തെ എക്കണോമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നും അതുപോലെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ജീവിത നിലവാരം ഉയർത്താമെന്നുമാണ് ഇവർ കരുതുന്നത്. Protectionism is a government policy aimed at shielding a fragile economy from cheaper, better imports. ഒരു ഫ്രജൈൽ എക്കണോമിയെ എന്ത് ചെയ്യുന്നു, ചീപ്പർ ബെറ്റർ എക്സ്പോർട്സ്, ഇമ്പോർട്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ചീപ്പറായിട്ടുള്ള ബെറ്ററായിട്ടുള്ള ഇമ്പോർട്ട്സിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കവചം എന്നുള്ള രീതിയിലാണ് പ്രൊട്ടക്ഷനിസത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ബൈ ഇമ്പോസിങ് ഹൈ ഡ്യൂട്ടി റേറ്റ്, ടാക്സ്, ഇതിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് പ്രൊട്ടക്ഷനിസം. ദെൻ വി ആർ മൂവിങ് ടു ദി ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് പ്രൊട്ടക്ഷനിസം. പ്രൊട്ടക്ഷനിസത്തിന് അനുകൂലിച്ചുകൊണ്ട് എന്തെല്ലാം ആർഗ്യുമെൻറ്റുകളാണ്, എന്തെല്ലാം വാദങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൊട്ടക്റ്റിംഗ് ദി ഡൊമസ്റ്റിക് എംപ്ലോയ്മെൻറ്റ്. പ്രാദേശികമായ തൊഴിലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ഷനിസം കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ പ്രൊട്ടക്റ്റിംഗ് ദി എക്കണോമി ഫ്രം ലോ കോസ്റ്റ് ലേബർ. വളരെ കുറഞ്ഞ ചിലവിലുള്ള ലേബറിനെ എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, എക്കണോമിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രൊട്ടക്റ്റിംഗ് ആൻഡ് ഇൻഫാൻറ്റ് ഓർ സൺറൈസ് ഇൻഡസ്ട്രി. ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ള ചെറിയ സ്റ്റാർട്ടപ്പ് പോലെയുള്ള സ്ഥാപനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ഓവർ സ്പെഷ്യലൈസേഷൻ. ഓവർ സ്പെഷ്യലൈസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന റിസ്കിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നതോ സ്ട്രാറ്റജിക് റീസൺസിൻ്റെ കാരണമായിക്കൊണ്ട്. അതുപോലെ
to prevent dumping. Dumping occurs when goods are exported at a price less than normal price, generally meaning they are exported for less than price which are they sold in the domestic market or at less than the production cost. പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും കുറവോ അല്ലെങ്കിൽ വിൽപ്പന വിലയേക്കാളും വളരെ കുറഞ്ഞ വിലക്കോ ഉൽപ്പന്നങ്ങളെ എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് എന്ത് ഡംപിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആൻറ്റി ഡംപിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഇവിടെ. പ്രൊട്ടക്ഷൻ ഫോർ ആൻറ്റി ഡംപിങ് ഈസ് റിസോർട്ടഡ് ടു ആസ് ആൻ ആൻറ്റി ഡംപിങ് മെഷർ. ആൻറ്റി ഡംപിങ് മെഷർ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ഡംപിങ്ങിനെതിരെ. ഓക്കെ, അതുപോലെ വരുന്നതാണ് കീ ഇൻഡസ്ട്രീസ് ആർഗ്യുമെൻ്റ് ഉണ്ടാവും, നാഷണൽ ഡിഫൻസ്, സൈസ് ഓഫ് ദി ഹോം മാർക്കറ്റൊക്കെ ഇതിന് ഫേവറബിൾ ആയിട്ടുള്ളതാണ്, പ്രൊട്ടക്ഷനിസത്തിന് ഫേവറബിൾ ആയിട്ടുള്ളതാണ്. അടുത്തതാണ് ആർഗ്യുമെൻറ്റ് എഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷനിസം. പ്രൊട്ടക്ഷനിസത്തിന് എതിരായിക്കൊണ്ടുള്ള ആർഗ്യുമെൻറ്റുകൾ എന്തെല്ലാമാണ്? പ്രൊട്ടക്ഷനിസം മേ കോസ് ഫോർ ദി വാറിന് കാരണമാവാം, യുദ്ധത്തിന് കാരണമാവാമെന്നാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഈസ് എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. പ്രൊട്ടക്ഷനിസം എന്ത് ചെയ്യുന്നു? ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കെതിരായിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഇൻക്രീസസ് പ്രൈസസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നു. ആൻഡ് റെഡ്യൂസസ് wide variety and choice, less choice for consumers. Protection would lead to less choice for consumers എന്നുള്ളതാണ് അടുത്തത്. തേർഡ് വൺ, competition would diminish if foreign firm does not enter into our country. നമ്മുടെ രാജ്യത്തേക്ക് ഫോറിൻ കമ്പനീസ് വരാത്തോടത്തോളം കാലം അവിടെ എന്ത് ചെയ്യുന്നു? കോമ്പറ്റീഷൻ ഡിമിനിഷ് ചെയ്യുമെന്നുള്ളതാണ്. ഇന്നവേഷൻ മേ ഓൾസോ റെഡ്യൂസ്ഡ്. എന്ത് ചെയ്യുന്നു? ഇന്നവേഷനും റെഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആൻഡ് പ്രൊട്ടക്റ്റിവിസം ഓപ്പൺ ടു കറപ്ഷന് കാരണമാകുന്നു. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ വോളിയം ഓഫ് ട്രേഡ് കുറയുന്നു. ആൻഡ് പ്രൊട്ടക്ഷനിസം ലീഡ്സ് ടു അൺഎക്കണോമിക് യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സസ്. ആൻഡ് പ്രൊട്ടക്ഷനിസം ഡിസ്റ്റോർട്ട് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. And protectionism may hinder the economic growth. These are the major factors related with free trade and protectionism.